നാടുവിൻ ഹൃദയം പ്രകാശശോഭിതമായി
ആ കണ്ണുകളാണ് കനകാന്തിരി മിന്നും നവോരങ്ങളാണ് കണവം കൊടുക്കുന്ന ആ കണ്ണുകളാണ് നടപ്പവനത്തിൽ വസിച്ചിരുന്ന മാതംഗപുത്രി അംഗകദംബികെ പുഷ്പാഞ്ജം പുണ്ടരിക കരിമ്പ് തൃക്കൈകളിലേന്തിടും മാതിമാരേ അമ്മേ നിന്നാമങ്ങളൊന്നും പാടിപ്പുകിച്ചിടുന്നേ അമ്മേ നിൻ പാദങ്ങൾ പുള്ളിയെന്നും നമിച്ചിടും
മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഘോഷയാത്രയാണ് മണിയാറൻകുടി സിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആവേശോജ്വലമായ സ്വീകരണം നൽകിയ മണിയാറൻകുടി ജുമാ മസ്ജിദ് പള്ളി ഭാരവാഹികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നവർക്ക് ഉത്രം തിരുനാൾ മഹോത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നതിനായി ഏറെ ആദരണീയ SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവറുകളെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. മണിയാറൻകുടി ശ്രീനാരായണ ഗുരുദേവ അയ്യപ്പ ദേവീക്ഷേത്രത്തിൻ്റെ ഉത്രം തിരുനാൾ മഹോത്സവം 6-ാം തീയതി ആദരണീയനായ ഞങ്ങളുടെ തന്ത്രി ശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി പ്രിയങ്കനായ പ്രമോദ് ശാന്തികളുടെയും നിശാന്ത് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറുകയും ആദരണീയനായ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ് അവറുകൾ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രിയങ്കനായ SNDP യോഗത്തിൻ്റെ ഇടുക്കി യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കൊട്ടക്കകത്ത് തിടപ്പള്ളിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. തീർച്ചയായിട്ടും മണിയാറൻകുടി ജുമാ മസ്ജിദ് ഭാരവാഹി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഷ്റഫ്, വൈസ് പ്രസിഡന്റും ഈ നാട്ടിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമായ ശ്രീ CP സലീം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സെക്രട്ടറി ശ്രീ CM ബഷീർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്നാട്ടിലെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ, കർഷകർ, മണിയാറൻകുടിയിലെ പൊതുസമൂഹം, ഇന്ന് ചെമ്പാപ്പാറ ശ്രീ വൈഷ്ണവി ദേവീക്ഷേത്രത്തിൽ നിന്നും ഈ ടൗണിലെത്തിയ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. ഞങ്ങൾ അവരോടെല്ലാം ഈ തരത്തിൽ ഞങ്ങളുടെ കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എനിക്കൊരു കാര്യം അഭ്യർത്ഥിക്കുവാനുള്ളത്, നമ്മുടെ മണിയാറൻകുടി അനധിവിദൂര ഭാവി അറിയപ്പെടുന്ന ഒരു വലിയ കേന്ദ്രമായി മാറും. നമുക്ക് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ഇടുക്കി വാഴത്തോപ്പ് ഉടുമ്പന്നൂർ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് ഈ നിൽക്കുന്ന എല്ലാവരുടെയും സഹായം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ മുംബൈ കഴിഞ്ഞാൽ അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തലസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഈ റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ IT കേന്ദ്രത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേരുവാൻ കഴിയും. നമ്മൾ ഭാവനയിലൊന്ന് ചിന്തിക്കുക, ദിവസേന
ഇത്രയും കിലോമീറ്ററുകൾ പോയി ജോലി ചെയ്തിട്ട് ഇവിടെ തിരിച്ചു വരുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഈ നാട് പുരോഗമിക്കുവാൻ, വികസിക്കുവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിന് എന്താണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഇടുക്കി യൂണിയന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും സമ്പന്നമായ ഒരു പാടവമുള്ള പ്രമുഖരെ കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശത്ത് എല്ലാവരും കൂടി യോജിച്ചാൽ ഞാൻ പറയുന്നു വളരെ ദൂരെയല്ലാതെ നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. അതിന് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഐക്യം തന്നെയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതിന് മാതൃകയാണ് ഈ മണിയാറൻകുടി. അതിന് മുൻകൈ എടുക്കുന്ന പ്രത്യേകിച്ച് ജമാഅത്തിന്റെ ഭാരവാഹികൾ എത്രയോ വർഷങ്ങളായി ഇവിടെ നടക്കുന്ന ഘോഷയാത്രകൾക്കുമെല്ലാം അവര് സ്വീകരണം നൽകാറുണ്ട്, ഞങ്ങളോടൊപ്പം നിൽക്കാറുണ്ട്. അവരെല്ലാം ഒരൊറ്റ മനസ്സോടുകൂടി ഞങ്ങളെല്ലാവരും അവരെ മറ്റു രൂപത്തിലല്ല സഹോദരങ്ങളായിട്ട് കാണുകയാണ്. ഈ നാടിന്റെ പുരോഗതിക്ക് അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന ജമാഅത്തിന്റെ ഭാരവാഹികളെയും മറ്റ് തൊഴിലാളികളെയും ഈ നാട്ടിലെ കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും എല്ലാം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ പേരിൽ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. തിരുവുത്സവ ഘോഷയാത്രയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് മണിയാറൻകുടി ജുമാ മസ്ജിദിൻ്റെ ഏറെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ CP സലീം അവരുടെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട SNDP യൂണിയൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ രാജൻ ചേട്ടൻ, SNDP ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് രാജീവ്, ക്ഷേത്രത്തിൻ്റെ ശാന്തി, സെക്രട്ടറി, മറ്റ് യൂണിയൻ സഹഭാരവാഹികളെ, ശാഖാ ഭാരവാഹികളെ, നല്ലവരായ ഭക്തജനങ്ങളെ, മണിയാറൻകുടിയിലെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മണിയാറൻകുടി എന്നും ഒരു സമുദായ സ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. അതിന് ഞങ്ങളെ പ്രചോദിപ്പിച്ച ഈ കാര്യം വർഷങ്ങളായി മണിയാറൻകുടി ജുമാ മസ്ജിദിൽ നിന്നും നബിദിന ഘോഷയാത്രയുമായി കടന്നു വരുമ്പോൾ SNDP ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ സ്വീകരണം എല്ലാ വർഷവും SNDP യോഗം ഭാരവാഹികൾ നൽകുന്നുണ്ട്. അത് കാരണമായി ഇപ്പോൾ ഒരു സ്വീകരണം നൽകുന്നതല്ല. ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന്, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ രാജേന്ദ്രൻ്റെ കാരണവര് നമ്മുടെ രത്നാകരൻ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ SNDP ശാഖായോഗത്തിൻ്റെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉച്ചയ്ക്ക് വന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച്, അന്ന് ദാരിദ്ര്യവും പട്ടിണിയുമുള്ള സമയമാണ്, അവിടെ നിന്ന് ആ ശാഖയിൽ നിന്നും ഉച്ചഭക്ഷണമെല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുത്തു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ആ ഒരു മാതൃക ഇപ്പോഴും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും മത സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ഇതുപോലുള്ള ഉത്സവങ്ങളും നബിദിന ഘോഷയാത്രകളും അതുപോലെ പള്ളിയിലെ പെരുന്നാളുമെല്ലാം നമ്മുടെ ഈ പ്രദേശത്ത് സാമുദായിക ഐക്യമുണ്ടാകുവാൻ ഉതകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന ആ മഹത്വചനം നമുക്ക് പ്രാവർത്തികമാക്കി തന്ന ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ നടക്കുന്ന ഈ ഉത്സവ ആഘോഷങ്ങൾക്ക് മണിയാറൻകുടി ജമാഅത്തിന്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുവുത്സവ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയതിന് നന്ദി അറിയിക്കുന്നതിനായി നമ്മുടെ ശാഖയുടെ പ്രസിഡന്റ് രാജീവിനെ ക്ഷണിക്കുന്നു. മണിയാറൻകുടി മുഹദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ അഷ്റഫ്, ആദരണീയനായ സെക്രട്ടറി ശ്രീ CP ബഷീർ,
CM ബഷീർ, ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ CP സലീം അവറുകൾ, ഇടുക്കി SLDP യൂണിയന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവറുകൾ, ആദരണീയനായ ക്ഷേത്ര മേൽശാന്തി പ്രമോദ് ശാന്തികൾ, ശാഖയുടെ ആദരണീയരായിട്ടുള്ള വൈസ് പ്രസിഡന്റ് സെക്രട്ടറി, പ്രിയ സജ്ജനങ്ങളെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ലോകരത്രേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണിത്. ഭഗവാന്റെ ദർശനങ്ങൾ പോലെ എല്ലാ വിഭാഗം ആളുകളുടെയും സാന്നിധ്യം കൊണ്ട് നമ്മുടെ നാടിൻ്റെ ഉത്സവമായി ഇത് മാറിയിരിക്കുകയാണ്. തീർച്ചയായും എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു സാന്നിധ്യം ഉണ്ടായതിൽ ആദ്യം തന്നെ നന്ദി പറയട്ടെ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുനബിയോ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മുത്തുനബിയെക്കുറിച്ച് എഴുതിയ വാക്കുകളാണ്. മുത്തുനബിയുടെ പിൻഗാമികളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മണിയാറൻകുടി ശ്രീനാരായണ ഗുരുദേവ അയ്യപ്പ ദേവി ക്ഷേത്രത്തിലെ പുത്രം തിരുനാൾ മഹോത്സവത്തിന് തന്ന ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ സ്വീകരണത്തിന് ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും കമ്മിറ്റി ഭാരവാഹികളെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ അനുമോദിക്കുന്നു. അതോടൊപ്പം നമുക്കിവിടെ വർണ്ണശബളമായ വെടിക്കെട്ട് നടത്തിയ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതോടൊപ്പം വ്യാപാരി സുഹൃത്തുക്കൾ, അതോടൊപ്പം നമ്മുടെ ഈ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയ ഈ നാട്ടിലെ നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുവുത്സവത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് മണിയാറൻകുടി സിറ്റിയിൽ പ്രിയപ്പെട്ട മുഹ്ദീൻ ജുമാ മസ്ജിദ് സഹോദരങ്ങൾ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി. അതോടൊപ്പം ഡ്രൈവേഴ്സ് യൂണിയനും വ്യാപാരി സുഹൃത്തുക്കളും നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മണിയാറൻകുടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊടിയേറ്റ് കർമ്മമാണ് അടുത്തായി നടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിന് ധ്വജ സമർപ്പണം നടത്തിയ നമ്മുടെ ഒരു കുടുംബാംഗം 2 കുട്ടികളുടെ പേരിൽ സമർപ്പണം നടത്തി. ആ കുട്ടികളെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട ജ്യോതിഷ് അരുൺ, ശ്രീഹരി സാജൻ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ ശാഖായോഗത്തിന് വേണ്ടി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട 2 പേരെയും കുടിമരച്ചോട്ടിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സ്വീകരണം നൽകുന്നതിനായി ഇടുക്കി യൂണിയന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ടി രാജൻ അവരുടെ ഏറെ സ്നേഹാദരവുകളോട് ക്ഷണിക്കുന്നു.
കണിയാരംകുടി ശ്രീനാരായണ ഗുരുദേവ അയ്യപ്പ ദേവി ക്ഷേത്രത്തിലെ 3 ദിവസം നീണ്ടുനിന്ന ഉത്രം തിരുനാൾ മഹോത്സവം കൊടിയേറ്റ് ചടങ്ങുകളോടെ ക്ഷേത്രം ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഉത്രം തിരുനാൾ മഹോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രം ഗ്രൗണ്ടിൽ കൈകൊട്ടിക്കളി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇതിൻ്റെ സമാപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ നമ്മുടെ ഈ വർഷത്തെ തിരുവുത്സവം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകളുള്ളതായിരുന്നു. ക്ഷേത്രമടങ്ങുന്ന ഇടപ്പള്ളി, ഓഫീസ് റൂം, ശാന്തിമഠം, അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയം അടങ്ങുന്ന ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പണി പൂർത്തീകരിച്ചാണ് ഇന്ന് നമ്മുടെ ഈ തിരുവുത്സവം നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ പങ്കാളികളായ എല്ലാ അപാരവർത്തന ജനങ്ങളെയും ഈ ഒരവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. ഈ ഒരവസരത്തിലെ യൂണിയൻ്റെ ഇടുക്കി യൂണിയൻ തന്ന സപ്പോർട്ടും ഇടുക്കി യൂണിയൻ്റെ ഭാരവാഹികൾ ആദരണീയനായ ശ്രീ പി രാജൻ അവർക്ക് പ്രസിഡന്റ്, സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത്, അതോടൊപ്പം യൂണിയൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ബി സെൽവം അവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ 3 ദിവസം നീണ്ടുനിന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വൈദിക സമിതി അംഗങ്ങൾ, ഏറെ പ്രിയങ്കരനായ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി പ്രമോദ ശാന്തികൾ, അതോടൊപ്പം അനന്തു ശാന്തികൾ, അതോടൊപ്പം നിശാന്ത് ശാന്തികൾ, ഏറെ പ്രിയപ്പെട്ട വൈദികരെ എല്ലാം ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ കൊടിമരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൊടിമരം അത് സമർപ്പണം ചെയ്ത ശ്രീ ജ്യോതിഷരും, അതോടൊപ്പം ശ്രീ ഹിൻസാജിന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ശാഖായോഗത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മനോഹരമായ ഈ ഓഫീസ് നമ്മുടെ ശ്രീ ബിനേഷ് കുമാരൻ, അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൻ്റെ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ പണികളിലും പങ്കാളികളായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ ഈ ഫണ്ട് സമാഹരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ വലിയൊരു പ്രയത്നവും കഷ്ടപ്പാടും ഒക്കെ ഈ ഒരു തിരുപ്പള്ളി സമുച്ചയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേകം അവരെല്ലാം ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം നമുക്ക് 4 ദിവസങ്ങളായി വണ്ടി ഓടിയാൽ നല്ല നമ്മുടെ ശരിക്കും പറഞ്ഞ 7 മാസത്തോളം വണ്ടി അതിനായിട്ട് സൗജന്യമായി വിട്ടു തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗം ശ്രീ ജി കിഴക്കേക്കര, അതോടൊപ്പം ശ്രീ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ 2 ശാഖാ മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഓഫീസ് സമുച്ചയത്തിൻ്റെ പണികൾ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. ഇതിനോടൊപ്പം നിന്ന് ആദ്യ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ശാഖയുടെ ആദരണീയനായിരുന്ന മുൻ സെക്രട്ടറി ശ്രീ പി കെ ഉണ്ണി, അതോടൊപ്പം ശാഖയുടെ മുൻ കമ്മിറ്റി അംഗമായിരുന്ന വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ കെ ആർ രാജേന്ദ്രൻ, ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ശ്രീ ബിനേഷ് കുമാരൻ, ശാഖയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ശ്രീമതി വത്സ സുകുമാരൻ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കട്ടെ. ശാഖയുടെ നല്ലൊരു പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിട്ട് നിന്നിട്ടുള്ള ശാഖയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ അരുൺ പ്രകാശ്, അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം ശാഖയുടെ നിയുക്ത സെക്രട്ടറി ശ്രീ അരുൺ കൊച്ചുതറയിൽ നമ്മുടെ പണികളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം വളരെ വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ തുടക്കം മുതൽ ഉള്ള ആളാണ്.
അദ്ദേഹത്തോട് ഈ ഒരു അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബഹുമാന്യ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ശ്രീ അനൂപ് കെ ബി, ശ്രീ സിമു പാർത്താഴത്ത്, ശ്രീ റെജി നെല്ലിത്താഴത്ത്, ശ്രീ സോമനാഥൻ എന്നാർ, ശ്രീ അനന്തു ബാബു പഴപ്ലാക്കൽ, ശ്രീ ബിജി ഷിജു പമ്പഴക്കുന്നേൽ, ശ്രീമതി പൊന്നമ്മ ബേബി പുന്നാറമ്പിൽ, ശ്രീമതി ഷിബി പ്രകാശ് അഞ്ചാംപ്ലാക്കൽ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം യൂണിയന്റെ കമ്മിറ്റി അംഗമായി ഇപ്പോൾ തുടരുന്ന ശ്രീ പി കെ ഉണ്ണി പഴപ്ലാക്കൽ, ശ്രീ കെ ആർ രാജേന്ദ്രൻ കല്ലുവട്ടാംകുഴിയിൽ എന്നിവരോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ അനീഷ് എം ഡി മൈലമർബിൽ, ശ്രീ അമ്പിളി ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂട്ടായി നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബയോഗത്തിന്റെ ഭാരവാഹികൾ, ലക്ഷംകവല ഗുരുപ്രസാദം കുടുംബയോഗത്തിന്റെ ഭാരവാഹികൾ, ശ്രീ സിന്ധു സുനിൽ കൺവീനർ, ചെയർപേഴ്സൺ ശ്രീമതി ജയ ഷിബു, വയൽവാരം കുടുംബയോഗത്തിന്റെ കൺവീനർ ശ്രീമതി ഉഷ സോമൻ, ചെയർപേഴ്സൺ ശ്രീമതി രാജി വിനോദ്, പെരുങ്കാല ഗുരുധർമ്മം കുടുംബയോഗത്തിന്റെ കൺവീനർ ശ്രീമതി ഷീന സുനിൽ, ശ്രീ ബിന്ദു ഷിബു ചെയർപേഴ്സൺ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം കോക്കരക്കുളം കുടുംബയോഗത്തിന്റെ ചെയർപേഴ്സൺ കൗസല്യ നാണപ്പൻ, കൺവീനർ ശ്രീമതി പുഷ്പ വിജയൻ, ഗുരുകുലം കുടുംബയോഗത്തിന്റെ മുളകുപള്ളി ഭാരവാഹികളായ കൺവീനർ ശ്രീമതി ഷിബി പ്രകാശ്, ചെയർപേഴ്സൺ പ്രവീൺ ഷിബു, വൈസ് ചെയർപേഴ്സൺ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം പള്ളി സിറ്റി ഗുരുദീപം കുടുംബയോഗത്തിന്റെ ഭാരവാഹികൾ ബിന്ദു റിച്ചി കൺവീനർ, ശ്രീമതി വത്സ ചെയർപേഴ്സൺ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ 3 ദിവസം നമ്മുടെ നിന്ന തിരുവുത്സവത്തിന്റെ പ്രധാന പരിപാടികളെല്ലാം ഏറ്റെടുത്ത് നടത്തിയ യൂത്ത് മൂവ്മെന്റ് കരുത്തരായിട്ടുള്ള നേതാക്കള് ശ്രീ അനന്തു, അതോടൊപ്പം ശ്രീ കുമാരി ആരതി റെജി, വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുരുവികുന്നൽ എന്നിവരോടുള്ള പ്രത്യേക നന്ദി കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം വനിതാ സംഘത്തിന്റെ ഭാരവാഹികള് പ്രസിഡന്റ് ശ്രീമതി ഷാരിഷാന്, വൈസ് പ്രസിഡന്റ് സന്ധ്യ സജി, സെക്രട്ടറീസ് അമ്പടി ബിജു എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം ബാലജന യോഗത്തിന്റെ ഭാരവാഹികൾ പ്രസിഡന്റ് ശ്രീ കുമാരി നന്ദന, വൈസ് പ്രസിഡന്റ് അമ്പാടി, കുമാരി ജ്യോതിലക്ഷ്മി എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാ സംയുക്ത ഭാരവാഹികളെയും പ്രത്യേകം ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം നമുക്ക് ഈ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യങ്ങളൊക്കെ തന്ന് സഹായിച്ച എല്ലാ നല്ലവരായിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ 3 ദിവസം നീണ്ടുനിന്ന തിരുവുത്സവത്തിന് ഇന്ന് ഈ അവസാന പരിപാടികളിലും പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും, എല്ലാ വിഭാഗം ആളുകളെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനമായി നടക്കുന്ന കൈകൊട്ടിക്കളി, ഫ്രണ്ടായിട്ടുള്ള കൈകൊട്ടിക്കളി ചെറുതോണി നാട്ടരങ്ങാണ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകം ശാഖായോഗത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ ഈ പ്രോഗ്രാം കാണുവാൻ രണ്ടാമത്തെ പ്രോഗ്രാമാണ് അവരുടെ ത്രയംബക ആദ്യം അവതരിപ്പിക്കുന്നത് ത്രയംബകയാണ്. അവർക്കുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു കൈകുട്ടികൾ കളിക്ക് ശേഷം 10 മണിക്ക് നടക്കുന്ന നമ്മുടെ തിടപ്പള്ളി ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗമായി ഇറക്കിയിട്ടുള്ള ബമ്പർ സമ്മാന പദ്ധതി ഹോണ്ട ഡിയോ സ്കൂട്ടിയുടെ നറുക്കെടുപ്പാണ് 10 മണിക്ക്. സഹകരിച്ച എല്ലാ ആളുകളോടും പ്രത്യേകം ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. സമ്മാന കൂപ്പണിന്റെ കൗണ്ടർ കോയിൽ ഏതെങ്കിലും ഭാരവാഹികളുടെ കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും തിരിച്ച് ശാഖാ ഓഫീസിൽ എത്തിക്കണമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവുത്സവത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് വേദിയിൽ കൈകൊട്ടിക്കളി നടക്കുകയാണ്.